ചാകര എവിടെ ചാകര മച്ചാ അത് തെറിച്ച് പോകണ. ഇന്ന് നമ്മളെ കൂട്ടത്ത് ഒരു മത്സ്യത്തൊഴിലാളിയില്ല, അവൻ സുഖമല്ല കിടക്കുകയാണ്. നമ്മൾ മീൻ പിടിക്കാൻ പോണതേ ഉള്ളൂ ഗെയ്സ്, താമസിച്ചു പോയി. മച്ചാമാര് നമസ്കാരം ഉണ്ട് കേട്ടോ. നമ്മളെ ജോസ്മോൻ്റെ കാര്യമാണ് വിനോദണ്ണം പറഞ്ഞത്. ആൾക്ക് പനിയായിട്ട് ആശുപത്രിയിൽ റെസ്റ്റിലാണ്. പിന്നേതായി നമ്മളെ വിജയമോൻ വന്ന് നാട്ടിൽ പോയിട്ട്, വിജിമോൻ ജോസ്മോൻ എല്ലാ മോന്മാരുണ്ടല്ലോ, നാട്ടിൽ പോയിട്ട് വന്നതിൻ്റെ ആ ഒരു തിളക്കം കണ്ടോ. 2 ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ, അത് കഴിയുമ്പോൾ പിന്നെ അങ്ങ് മാറും ഇല്ലടിയാ. അപ്പോൾ നമുക്ക് നേരെ പോയാലോ മച്ചാമാരെ. ഇന്നത്തെ കടലിലെ വെള്ളം കുറേ താഴ്ന്നിട്ടാണ് കേട്ടോ. മീനുകൾ കിട്ടുമോ ഇല്ലെന്നൊന്നും അറിയില്ല. ഇതൊക്കെയാണ് അവസ്ഥ. എന്തുണ്ടോ വെള്ളം ഒരുപാട് ഇറങ്ങി കിടക്കുകയാണ്. മച്ചാമാർ ആദ്യം മീൻ അടിച്ചേട്ടോ. അതേ പ്രാചി ഈ ചെറുക്കൻ വീഡിയോ എടുത്തില്ലായിരുന്നു നേരത്തെ കൂട്ടി. ഏയ് വിനോദണ്ണനും പൊക്കിയ അടിപൊളി ഒരു സാധനം. ഇത് പ്രാച്ചി തന്നെ അല്ലണ? മറ്റേ ഇത് നമ്മളെ ശരി കൊള്ളാണ. മീന് കിട്ടുമ്പോൾ ആ ഒരു ആനന്ദം ഉണ്ടല്ലോ, അതൊരു വല്ലാത്ത ഫീലാണ്. വെള്ളം കൂടി പോയാണ് അതിനകത്ത്. ഇനി അവരോട് വർത്തമാനം പറഞ്ഞു നടക്കട്ടെ. നമ്മുടെ അജയണ്ണ, ഇതാണ് നമ്മൾ അന്നദാതാവ് കേട്ടോ. ഭക്ഷണം, വാഹനം ഇതൊക്കെ സ്പോൺസറാണ്. ജീവിതം മാത്രം സ്പോൺസർ. ജീവിതം നമുക്ക് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സ്പോൺസർ ചെയ്യാൻ പറ്റില്ലല്ലോ. അടിപൊളി ഒരു മീനി. അത് തെറിച്ച് പോകണ. അടിപൊളി വെറൈറ്റി. എടുക്ക്, അത് ഇതെടുക്കിട്ട് ശീലാവല്ലേ ഇത്. എന്തൊരു ചുണ്ടെണ്ണ കണ്ട പച്ചാമാരെ. പല്ലുണ്ടോ? ഇത് വെച്ചിട്ടൊരു പിടി കിട്ടിയുണ്ടല്ലോ. ചന്ന പിന്നെ ആയി. അജയണ്ണാ, കൊള്ളാം. പ്രാച്ചിയല്ല അത്, മറ്റേത്. ശരി, കൊള്ളാം. അല്ല പിന്നെ ദേഷ്യം പറ്റി. ഇങ്ങോട്ടിട്ട് വിളി. അജയണ്ണൻ കണ്ട പൊളിച്ച്. പ്രാച്ചി തന്നെ. ചെറിയ വായ ഉണ്ട് ഇതിട്ട് പെട്ടെന്ന് വിഴുങ്ങാൻ പാടി തന്നെ. ഇതെവിടെ? ഇവിടെ ഉണ്ട്. പ്രാച്ചി തന്നെയല്ലേ? പ്രാച്ചി തന്നെയല്ലേ മൊത്തം? കൊള്ളാം. പിന്നെ അല്ല. അങ്ങനെ മച്ചാന്മാര് നമ്മൾ കുറേ നേരം അവിടെ പിന്നെ കാത്തിരുന്നു. മീനൊന്നും കിട്ടിയില്ല. ഇനി നമ്മൾ അടുത്ത ലൊക്കേഷൻ നോക്കി പോവേണേ. ഇനി അവിടെ എങ്ങനെയാണെന്ന് നോക്കട്ടെ മച്ചാന്മാര്. നമ്മളിപ്പോൾ നമ്മുടെ പഴയ സ്പോട്ടായിട്ടുള്ള സൂറിലാണ് കേട്ടോ. സൂർ എന്ന് പറയുമ്പോൾ താറൂത്തിൽ പോകുന്ന വഴിയാണ്. കത്തീവ് സിറ്റി മോളിൻ്റെ കുറച്ച് പുറകിലായിട്ട്. ഈ മീൻ പിടിക്കുന്ന ഭ്രാന്ത് തലയിൽ കയറി കഴിഞ്ഞുണ്ടല്ലോ, പിന്നെ എത്ര തലവേദന എന്ന് പറഞ്ഞാലും പനിയെന്ന് പറഞ്ഞാലും കിടക്കാൻ തോന്നൂല. അങ്ങനെ ജോസ്മോനും പറന്നെത്തി ഇവിടെ. ഇതുണ്ടടേ. വിനോദണ്ണ ഞണ്ട് പിടിച്ച് കണ്ട മച്ചാമാരെ. കള്ളക്കിടണം കാച്ചിയ ഞണ്ട്. എവിടെയാണ് പിടിച്ചിരിക്കണത്? കണ്ട ഇവിടെയാണ് സംഭവം. കണ്ട കൊള്ളാം. നീങ്ങി പോ, എണീറ്റ്.
കിട്ടി ഒരെണ്ണം ഇങ്ങനെ കിട്ടി. പിന്നെ അല്ല അത് തെരങ്ങ അടിക്കണേന്ന് തോന്നുന്നത് കാറ്റ്. അനിയ വാടാ മീൻ പിടിക്കാം. നീ അവിടെ നിന്ന് ഒരു പ്ലെയിൻ ഇറങ്ങി പോരടേ. മച്ചാമാരെ വിനോദ് ജോസ്മാൻ നല്ലൊരു മീൻ അടിച്ചു കേട്ടോ. വീണ്ടും പതുക്കെ വലി കയറി അത് ചാടിപ്പോവല്ലേ. എന്റെ പൊന്നെ ഇയാൾ അവിടെ നിൽക്കണേ. ഈ മീനാ നിൽക്കണേ. നല്ല സ്വയം സാധനം. ഇതാണ് പോണത്. അതാണ് മീൻ. ഈ മീനാണ് അവിടെ നിൽക്കണത് കേട്ടോ. ഓ ഏടാണ് ഏടാണ്. ചെറുതാ ഉള്ളതാ വലിച്ചു കയറ്റി കാണട്ടെ. ആ ദേ വിനോദണ്ണനും കിട്ടി. വിനോദണ്ണ വലുത് തന്നെ എവിടെ? ആ ആ ആ കൊള്ളാം കൊള്ളാം തകർത്ത്. തിമിർത്ത് കിടിക്കി. ആ ചാകര അവിടെ ചാകര മച്ചാമാരേ. ജോസ്മോനെ കണ്ടാ മച്ചാമാരേ. വന്നടാ ജാവി. ജോസ്മോൻ ഇതിനെ കൊണ്ട് നിങ്ങൾ രണ്ട് കൈയും ബിസി. എന്താ മച്ചാമാരെ ഇത് നട്ടുച്ചയായപ്പോൾ ചാകരയോട് ചാകര കേട്ടോ. ഇജാതി മീൻ പിടുത്തം. ഇത് നോക്കിയോ അതിങ്ങോട്ട് പിടിച്ചു 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 പോരുത്.